കേരളത്തിൽ വീട് നിർമ്മാണത്തിൽ കണ്ടംപററി ഡിസൈൻസ് പറ്റുമോ? അതായത് നമുക്ക് അധികം പ്രൊജക്ഷൻ ഇല്ലാത്ത വർക്കുകൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരിക? നമുക്ക് ഈ കണ്ടംപററി ഡിസൈൻസിലോട്ട് വരുന്ന സമയത്ത് മാക്സിമം പ്രൊജക്ഷൻസ് കുറവായിരിക്കും, അല്ലെങ്കിൽ പ്ലെയിൻ വാൾസ് വരാം. ഇതാണ് ആ ഒരു ഡിസൈൻ്റെ പ്രത്യേകത. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ക്ലയൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെ നമുക്ക് ശ്രദ്ധിക്കണം കണ്ടംപററി ഡിസൈൻ ചെയ്യുന്ന സമയത്ത്? ഒന്നാമതായിട്ട് നമ്മൾ ആ വാൾ മാക്സിമം വാട്ടർ പ്രൂഫ് ചെയ്തിരിക്കണം. അതായത് പ്ലാസ്റ്ററിങ്ങിന് മുമ്പ് വാട്ടർ പ്രൂഫ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പെയിൻറ്റിങ്ങിന് മുമ്പുള്ള പ്രൈമർ വാട്ടർ പ്രൂഫിങ് കപ്പാസിറ്റി ഉള്ള പ്രൈമേഴ്സ് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. പിന്നെ നമുക്ക് ടോപ്പിൽ സ്ലാബ് വരുന്ന സമയത്ത് സ്ലാബിൻ്റെ എഡ്ജിലൂടെ നമ്മൾ കേർബ് കൊടുക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കേർബ്സ് കൊടുക്കുന്നത് എന്തിനാണ്? അതായത് മുകളിലെ സ്ലാബിലെ വെള്ളം അതല്ലെങ്കിൽ ഡ്രെയിനേജ് കറക്റ്റ് ഡ്രെയിനേജ് സിസ്റ്റം കൊടുത്തിട്ട് ആ ഡ്രെയിനേജ് ത്രൂ മാത്രമേ നമുക്ക് താഴോട്ട് വിടാൻ പാടുള്ളൂ. ഒരിക്കലും സ്ലാബിലെ വെള്ളം മറിഞ്ഞിട്ട് നമ്മുടെ വാളിലൂടെ ഒഴുകി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതിനുവേണ്ടിയാണ് നമ്മൾ കേർബ്സ് കൊടുക്കുന്നത്. സോ അതേപോലെ തന്നെയാണ് പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം ചെയ്യുക എന്നുള്ളത്. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് കണ്ടംപററി ഡിസൈൻസ് കേരളത്തിൽ ചെയ്യാം.